പ്രജീഷ്, ശരത് ബാബു അല്ലെ, കമലട്ട അവര് ശരത്തിന്റെ മൃതദേഹം ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജീഷിന്റെ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രജീഷിന്റെ ആണെങ്കിലും ശരത്തിന്റെ ഒക്കെ അമ്മയുടെ ഒക്കെ പ്രതികരണം ഒരിറ്റ് കണ്ണീര് വീഴാത്ത അവസ്ഥയിലേക്ക് അവരുടെ മനസ്സ് മരവിച്ചു പോയി. അപ്പോൾ ഇനി അവർക്ക് അവരുടെ ഉറ്റവരില്ലാത്ത സ്ഥലത്തേക്ക് മടങ്ങി വരാൻ കഴിയും. ഇതൊരു വല്ലാത്തൊരു എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഇപ്പോൾ സംവിധാനങ്ങളൊക്കെ എത്ര ഒരിക്കലും ഇവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കൽ ഒരു വലിയ പ്രശ്നമാണ്. വളരെ പ്രധാനമാണ് കൗൺസിലിംഗ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ ഇനിയും ക്യാമ്പിൽ നിർത്തരുത്. അത് പക്ഷേ ഇന്നലെ തൊട്ട് മാറി തുടങ്ങി. പകലൊക്കെ അവരെ ഒന്നിച്ച് ഒരു കളിസ്ഥലമോ അല്ലെങ്കിൽ ടോയ്സ് ഒക്കെ ആയി അങ്ങനെ മാറ്റണം. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും. നമ്മളിവിടെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു, ആളുകൾ പെട്ടെന്ന് റൈസ് ആവുന്നതേ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമൊക്കെ വരുമ്പോഴേക്കും ആൾക്കാർ പൊട്ടിത്തെറിക്കുക. കാരണം അവരെ അടക്കി പിടിച്ചിട്ടേ. നമ്മൾ സത്യത്തിൽ ഈ ഇത്തരം അവസ്ഥയിൽ ഈ ദുരന്തത്തിനിരയായവരുടെ പ്രതികരണം തേടുമ്പോഴും നമ്മൾ ഒരുപാട് മര്യാദകൾ കൂടി നമ്മൾ പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ മാനസികമായി തകർന്നു നിൽക്കുന്നവരാണ്. പക്ഷെ അവരുടെ വിഷമങ്ങൾ അറിയേ വേണം. അവർക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളോട് പറഞ്ഞാണെങ്കിലും അവർക്കൊരു മനസ്സിനൊരു അല്പം കനം കുറഞ്ഞു കിട്ടിയാൽ അത് വലിയ ആശ്വാസം എന്ന് നിലയ്ക്ക്. അത് ഈ കാണുന്നതാണ് സെന്റിനൽ റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ അല്ലാതെയൊക്കെ അല്ലേ വലിയ ചിത്രങ്ങളൊക്കെ കാണുന്ന സ്ഥലമാണ്. ഹാരിസൺ മലയാളം കമ്പനിയുടെ ഒരു എസ്റ്റേറ്റ് ആണ്. ഈ ഭാഗത്തുള്ള എസ്റ്റേറ്റിന്റെ പേരാണ് അവരെനിക്ക് ഒന്ന് എക്സ് റോക്ക് എന്നോ ഷോർട്ട് ഫോം ഒക്കെ പറയുന്നു അവരുടെ കമ്പനി കാര്യങ്ങൾ. സെന്റിനൽ റോക്ക് അതാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ സത്യത്തിൽ ആളുകൾ കുറച്ച് നേരത്തെ കണ്ടല്ലോ, അവിടെ കുറച്ച് രക്ഷാപ്രവർത്തകർ. എനിക്കൊന്ന് ഈ അഗ്നിശമന സേനയുടെ ഒക്കെ പ്രധാനപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥരുടെ ചുമതലയിലാണോ മറ്റ് സന്നദ്ധ പ്രവർത്തകർ? ഇന്ന് പക്ഷേ എല്ലാം റെഗുലേറ്റഡ് ആണല്ലോ. നമ്മളെ തന്നെ പാസ് എടുപ്പിച്ചു. നമ്പേഴ്സ് ഇന്ന് വളരെ കുറച്ചുകൂടെ കൃത്യമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടുന്ന് നമ്മുടെ നമ്പേഴ്സ് ചോദിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റിന്റെ പൊതി തരുന്നു, വെള്ളം തരുന്നു, ഒരാൾക്കെങ്കിലും ഒരു ID തരുന്നു, പാലത്തിൽ അത് ചെക്ക് ചെയ്യുന്നു, കയറ്റി വിടുന്നു. അപ്പൊ കൃത്യമായ ഒരു ഇതുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള കാരണം അതാണ് ഇന്നലെയും പറഞ്ഞത്. അനാവശ്യമായിട്ട് ആളുകൾ വരിക എന്നത് പറഞ്ഞത് ഈ ഇവിടുത്തെ ഒരു സംവിധാനത്തെ ദ്രോഹിക്കൽ കൂടിയാകും. പിന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്നൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ നടക്കുന്ന വഴിയാണ്. ഇതിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടില്ല. എനിക്ക് മുണ്ടക്കയിലും കാര്യമായിട്ട് തെരച്ചിലുണ്ടോ? ഇപ്പോൾ ഇന്ന് തെരച്ചിൽ ഏതാണ്ട് കുറഞ്ഞു വരികയാണ്. ആ പൊട്ട് അതല്ല അജയ്, ഏറ്റവും മുകളിൽ പൊട്ടിയത് വെള്ളൊലിപ്പാറ. അത് ആ വെള്ളൊലിപ്പാറയിൽ നിന്നാണ് ഈ ദുരന്തം ഒലിച്ചിറങ്ങിയത് കേട്ടോ. കാരണം ഞാൻ നേരത്തെയും കാണിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് അതിന്റെ തുടക്കം എന്ന് കാണുമ്പോൾ നമുക്കൊരു ഞെട്ടൽ ഇപ്പോഴുമുണ്ട് എന്നതാണ്. അതാ മേഘങ്ങൾ നിറഞ്ഞു. ഇങ്ങോട്ടേക്ക് ആളുകളും കുറഞ്ഞു തുടങ്ങി. കാരണം മുണ്ടക്കയിലിപ്പോൾ അവശേഷിക്കുന്ന ആളുകളൊക്കെ കാരണം ഇത്രയും ദൂരമുണ്ട്. അവരൊക്കെ നിലവിൽ ദുരിതാശ്വാസ ഇവിടുത്തെ മുണ്ടക്കയിലെ എല്ലാവരും മേപ്പാടി ദുരിതാശ്വാസ കേന്ദ്രത്തിൽ തന്നെയാണോ? മേപ്പാടിയിലെ ഹൈസ്കൂളുണ്ട്, സെന്റ് ജോസഫ്സിലും ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ അജയും പറഞ്ഞത് മുണ്ടക്കയിൽ ആൾനാശം അല്ലേ നോക്കിയാൽ താരതമ്യേന കുറവല്ല, കൂടുതൽ. പക്ഷെ വീടുകളൊക്കെ അവിടെ ഏകദേശം നശിച്ചു. ആരെങ്കിലും അജയ്ക്ക് അറിയുന്ന ആരെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നോ ഇനി സ്ഥിതി നോക്കാൻ? അവിടെ തിരിച്ചു അവരൊക്കെ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. നമ്മളെ റസാഖാക്ക എന്ന് പറഞ്ഞവരുണ്ട്, പിന്നെ ഷെഫീഖ് മുഹമ്മദ്, അവരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. അവരൊക്കെ ആ സമയത്ത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ പൊട്ടും എന്നുള്ള അവസ്ഥയിൽ തന്നെ നമ്മുടെ പള്ളി മദ്രസ ഹാളിലേക്ക് കയറി നിന്നതുകൊണ്ട് ഒരുപാട് ആളുകളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. അപ്പോ ഇതാണ് മോത്തി ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. ഇപ്പോ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, തിരച്ചിലാണ് യഥാർത്ഥത്തിൽ രക്ഷാദൌത്യത്തിന്റെ മുണ്ടക്കയിലൊക്കെ തിരച്ചിൽ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ്. ഇനി അവിടെ അവശേഷിക്കുന്ന ആളുകൾ നാട്ടുകാർ അവർ വന്ന് അവരുടെ വീടോ വസ്തുക്കളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയുക എന്നതാണ്.